Dear students, welcome. Today we are going to see the second part of the first chapter called pointers. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച അല്ലെങ്കിൽ C++ പഠിച്ച കാലം മുതൽ പഠിച്ചു തുടങ്ങിയ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് റിമൈൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പോയിന്റേഴ്സിലേക്ക് വരാം. നമ്മൾ പ്രോഗ്രാം എഴുതാൻ തുടങ്ങിയപ്പോൾ ആദ്യം ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാനൊക്കെ പഠിച്ചിരുന്നു. ഒന്നുമില്ല, ജസ്റ്റ് ഒരു വേരിയബിൾ ഇൻറ്റ് നം ഈക്വൽസ് 30 എന്നാണെന്ന് വിചാരിക്കുക. ഇനീഷ്യലൈസേഷനോട് കൂടിയുള്ള ഒരു വേരിയബിൾ ഡിക്ലറേഷൻ. അപ്പോൾ ഈ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ എന്താണ് വാസ്തവത്തിൽ സംഭവിക്കുന്നത്? ഇങ്ങനെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇൻറ്റിന് നമുക്കറിയാം 4 ബൈറ്റ്സ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും റാമിൽ 4 ബൈറ്റ്സ്, നമ്മുടെ റാമിനകത്ത് 4 ബൈറ്റ്സ് ഇതിന് വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്യും, അലോക്കേറ്റ് ചെയ്യും. ആ അലോക്കേറ്റ് ചെയ്ത സ്ഥലത്ത് 30 എന്ന വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്യും. ഓക്കെ, ആ അലോക്കേറ്റ് ചെയ്ത സ്ഥലത്ത് 30 എന്ന് പറഞ്ഞ വാല്യൂ സ്റ്റോർ ചെയ്യും. അപ്പോൾ റാമിൽ എവിടെയാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത്? കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. റാമിൽ നമുക്കൊരു അഡ്രസ്സ് ഉണ്ട്. അപ്പോൾ റാമിന് കുറേ അഡ്രസ് സ്പേസുകളായിട്ടാണ്, സെൽസ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കുക ഇത് 1001 4 ഉള്ളതുകൊണ്ട് ഓരോ ബൈറ്റിനും 1002, 1003, 1004 ഇങ്ങനെ 4 ബൈറ്റ് നമ്മൾ സ്റ്റോർ ചെയ്യും. 4 ബൈറ്റ് എടുത്തിട്ടാണ് ഈ റാം ഈ നം എന്ന് പറഞ്ഞ വേരിയബിൾ റാമിൽ സ്റ്റോർ ചെയ്യുന്നത്. ഇതിൻ്റെ പേര് നം എന്നാണ്. ഓക്കെ, നം എന്ന് പറഞ്ഞ വേരിയബിൾ റാമിൽ നമ്മൾ ഈ രീതിയിലാണ് സ്റ്റോർ ചെയ്യുന്നത്, നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇതിൽ വേറെ 1-2 കാര്യങ്ങളും കൂടി പഠിച്ചിരുന്നു. എൽ വാല്യൂവും ആർ വാല്യൂ. ഇതിൻ്റെ ആർ വാല്യൂ എന്ന് പറയുന്നത് 30 ആണ്. ആർ വാല്യൂ എന്ന് പറയുന്നത് 30 ആണ്. അതിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂവിനെയാണ് നമ്മൾ ആർ വാല്യൂ എന്ന് പറയുന്നത്. എൽ വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ അഡ്രസ്സാണ്. എവിടെയാണ് അത് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? 1001. അതാണ് അതിൻ്റെ എൽ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ് C++. ഇതിനൊപ്പം ഞാൻ 1-2 കാര്യങ്ങൾ കൊണ്ട് റാമിൻ്റെ കാര്യങ്ങൾ, എല്ലാ പ്രോഗ്രാമും നമ്മൾ റാമിലേക്കാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് റാമിൻ്റെ കാര്യങ്ങൾ എന്നും കൂടി ഒന്ന് നോക്കാം. നമ്മൾ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് റാമാണ്. റാം മിക്കവാറും നമ്മൾ എപ്പോഴും റാമിനെ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ റാമിൽ കുറേ സെൽസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓരോന്നും ഓരോ ബൈറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ബൈറ്റ് ആദ്യത്തെ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 എന്ന് പറഞ്ഞ അഡ്രസ്സ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. 0 എന്ന് പറഞ്ഞ അഡ്രസ്സ് എന്നാണ് റാമിൽ ആദ്യത്തെ സെല്ലിന് അഡ്രസ്സ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ 0 എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ വിചാരിക്കുക നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ റാം വെറും 1 KB ഉള്ളൂ എന്ന് വിചാരിക്കും. 1 KB, അതായത് 1024 ബൈറ്റ്സ്. അങ്ങനെയാണെങ്കിൽ ഇതിലെ രണ്ടാമത്തെ സെല്ല് അഡ്രസ്സ് 1 ആണ്, 2, അടുത്തത് 2 ആണ്, അടുത്തത് 3 ആണ്. അങ്ങനെ ലാസ്റ്റ് സെല്ലിൻ്റെ അഡ്രസ്സ് എന്തായിരിക്കും? 1023. ഓക്കെ, 1023, 0 മുതൽ 1023 വരെ 1024 ബൈറ്റ്സ് ഉള്ള ഒരു റാം. വെറും 1 KB ഉള്ളൂ നമ്മുടെ റാം എന്ന് വിചാരിക്കുക. ഈ രീതിയിലാണ്. പക്ഷെ നമുക്കറിയാം ഇന്ന് നമ്മുടെ റാമിൻ്റെ വലുപ്പം 1 KBയും 1 MBയും ഒന്നുമല്ല, 4 GBയും 8 GBയും ഒക്കെയാണ്. സ്വാഭാവികമായിട്ട് ഇവിടെ കൊടുക്കുന്ന നമ്പറിൻ്റെ വലുപ്പം അപ്പം ഒന്ന് ആലോചിച്ച് നോക്കി, ഭയങ്കര വലുതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ അഡ്രസ്സുകൾ നമ്മൾ കൊടുക്കുമ്പോൾ ഈ 0, 1, 2, 3 എന്നൊക്കെ പറഞ്ഞ് 1024 വരെയും ഒരു 2000, 5000 ഒക്കെ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ അത് കഴിഞ്ഞാൽ ആ നമ്പറുകൾ വളരെ വലിയ നമ്പറുകളായി മാറും. 8 GB എന്നൊക്കെ പറയുമ്പോഴേക്കും വലിയ നമ്പറായി മാറും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെന്തെങ്കിലും ഒരു ഷോർട്ട് ഫോം വേണം. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച ഹെക്സാഡെസിമൽ ഫോം നൊട്ടേഷനിലാണ് അത് എഴുതാറ്. അപ്പം മെമ്മറിയുടെ അഡ്രസ്സ് എപ്പോഴും നമുക്ക് കിട്ടുക ഹെക്സാഡെസിമൽ ഫോമില്ല. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുക എപ്പോഴും 0x എന്ന് പറഞ്ഞിട്ടായിരിക്കും, 7FF എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അത് സ്റ്റാർട്ട് ചെയ്യുക. മിക്കവാറും ഏതാണ്ട് ആ ഒരു റേഞ്ചിലുള്ള ഒരു 10 12 10 ഡിജിറ്റുള്ള 10 ഹെക്സാഡെസിമൽ പ്ലേസസ് ഉള്ള ഒരു നമ്പർ, ഒരു വലിയ നമ്പർ ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുക. കാരണം ഡെസിമലിൽ എഴുതിയാൽ അതിലും വലിയൊരു നമ്പർ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വലിയ ഒരു നമ്പറായിട്ടാണ് മെമ്മറിയിലെ റാമിലെ ഓരോ അഡ്രസ് സ്പേസും ഓരോ അഡ്രസ്സിൻ്റെ സെല്ലും നമുക്ക് ഡിനോട്ട് ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു നമ്പർ നമുക്ക് എഴുതി പഠിക്കാനൊരു പ്രയാസമുള്ളതുകൊണ്ട് നമ്മൾ തൽക്കാലം എക്സാമ്പിൾസിൽ ഈ ഹെക്സാഡെസിമൽ
നമ്പർ നമ്മൾ അങ്ങ് ഇഗ്നോർ ചെയ്യുന്നു, നമ്മൾ ഒഴിവാക്കുന്നു. നമ്മൾ എളുപ്പമുള്ള നമ്പറുകൾ 1000, 2000, 3000 എന്നൊക്കെ പറയുന്നു. 1000, 2000, 3000 ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ, പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക ഇതുപോലെയുള്ള ഒരു ഹെക്സാഡെസിമൽ വാല്യൂ ആയിരിക്കും. ഇങ്ങനെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഹെക്സാഡെസിമൽ, ഒരു 10 പ്ലേസസ് ഉള്ള ഒരു ഹെക്സാഡെസിമൽ വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക എന്നുള്ളത് മറക്കരുത്. ഏതായാലും പക്ഷേ നമ്മുടെ സൗകര്യത്തിന് നമുക്കിപ്പോൾ ഇത് പറയാൻ എളുപ്പമാണ്. നം എവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? റാമിൽ 1001, 1002, 1003, 1004. ഇങ്ങനെ 4 റാമിലെ 4 ബൈറ്റ്സ് ആണ് അതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. പറയാനുള്ള സൗകര്യത്തിന് നമ്മൾ ഇങ്ങനെയുള്ള നമ്പേഴ്സ് ഈ അഡ്രസ്സിന് ഈ നമ്പേഴ്സായിട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അവിടെ നോക്കട്ടെ. നമുക്കിനി എന്താണ് പോയിന്റേഴ്സ്? ഇപ്പോൾ ഇവിടെ 30 നമ്മുടെ വാല്യൂ ആണ്. 30 നമ്മൾ സൂക്ഷിക്കാനുള്ള സംവിധാനമൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മിൽ സൂക്ഷിക്കാം, 30 നമ്മുടെ വാല്യൂ നമ്മിൽ സൂക്ഷിക്കാം. ഈ 30 സ്റ്റോർ ചെയ്തിരിക്കുന്ന നമ്മിൻ്റെ അഡ്രസ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ 1001 മുതൽ 1004 വരെ ആണെങ്കിലും നമ്മൾ എൽ വാല്യൂവിൽ എന്തേ പറഞ്ഞുള്ളൂ? ഫസ്റ്റ് സ്റ്റാർട്ടിങ് വാല്യൂ മാത്രമേ പറഞ്ഞുള്ളൂ, 1001 മാത്രമേ പറഞ്ഞുള്ളൂ. ഓക്കെ, അപ്പോൾ 1001 എന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് നമ്മൾ എന്താണ് നമ്മിൻ്റെ അഡ്രസ്സ് എന്ന് ചോദിച്ചാൽ 1001 എന്നാണ് പറയാം. 1001 മുതൽ 1004 വരെ ഉണ്ടെങ്കിലും പറയാം സ്റ്റാർട്ടിങ് അഡ്രസ്സ് മാത്രം. ഓക്കെ, അപ്പോൾ ഈ സ്റ്റാർട്ടിങ് അഡ്രസ്സ് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് സൂക്ഷിക്കണം, ഒന്ന് സ്റ്റോർ ചെയ്യണം. അതിനെന്താണ് അതിന് മെത്തേഡ്? അപ്പോൾ സ്റ്റാർട്ടിങ് അഡ്രസ്സ് സ്റ്റോർ ചെയ്യണമെങ്കിൽ ആ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു വേരിയബിൾ വേണം. അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന വേരിയബിൾ. ഓക്കെ, അപ്പോൾ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന, അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്ന ഇപ്പോൾ 1000, 2001, 1002 എന്നൊക്കെയാണ് അഡ്രസ്സ്. ശരിക്കും ഞാൻ പറഞ്ഞു ഹെക്സാഡെസിമൽ വാല്യൂ ആയിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, എന്ത് തന്നെ ആയാലും ഇറ്റ് ഇസ് എ ന്യൂമറിക് വാല്യൂ. അത് സ്റ്റോർ ചെയ്യാൻ പറ്റിയ ഒരു വേരിയബിൾ. അത്തരം വേരിയബിൾസിനാണ് നമ്മൾ പോയിന്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റിയ വേരിയബിൾസിനാണ് നമ്മൾ പോയിന്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പോയിന്റർ ഇസ് എ വേരിയബിൾ ദാറ്റ് ക്യാൻ സ്റ്റോർ ദ അഡ്രസ് ഓഫ് എ മെമ്മറി ലൊക്കേഷൻ. പോയിന്റർ ഇസ് എ വേരിയബിൾ ദാറ്റ് ക്യാൻ സ്റ്റോർ ദ അഡ്രസ് ഓഫ് എ മെമ്മറി ലൊക്കേഷൻ. ഒരു മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സ് 1001 അത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന വേരിയബിളിന് നമ്മൾ പോയിന്റേഴ്സ് എന്ന് പറയും. വി കോൾ ഇറ്റ് ആസ് പോയിന്റേഴ്സ്. വേരിയബിൾ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നതെന്ന് നോക്കാം. വേരിയബിളിൻ്റെ ഡിക്ലറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. വേരിയബിളിൻ്റെ ഡിക്ലറേഷൻ എങ്ങനെയാണ്? ഒരു വേരിയബിൾ പോയിന്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ നമ്മൾ ഡാറ്റ ടൈപ്പ് സ്റ്റാർ പോയിന്റർ വേരിയബിൾ, ഡാറ്റ ടൈപ്പ് സ്റ്റാർ പോയിന്റർ വേരിയബിൾ എന്നാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ ഒരു ഡാറ്റ ടൈപ്പ് സേ ഇൻറ്റിജർ, ഇൻറ്റ് സ്റ്റാർ PTR1 എന്ന് ഞാൻ കൊടുക്കുക. ഇവിടെ PTR1 എന്ന് പറഞ്ഞ വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് ഒരു ഇൻറ്റിജർ വേരിയബിളിൻ്റെ അഡ്രസ്സ് മാത്രമേ പറ്റൂ. അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. PTR1 എന്ന് പറഞ്ഞ പോയിന്ററിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുക ഒരു ഇൻറ്റിജർ വേരിയബിളിൻ്റെ അഡ്രസ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഇൻറ്റ് നം എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ വേരിയബിൾ ആണ്. അപ്പോൾ നമ്മിൻ്റെ അഡ്രസ്സ് വേണമെങ്കിൽ എനിക്ക് PTR1 സ്റ്റോർ ചെയ്യാം. നമ്മിൻ്റെ അഡ്രസ്സ് എനിക്ക് PTR1 സ്റ്റോർ ചെയ്യാം. അത് പോസിബിൾ ആണ്. ഓക്കെ, ഞാനിവിടെ എനിക്ക് വേറൊരു വേരിയബിൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഫ്ലോട്ട് പെർസെൻറ്റേജ് PER എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിൻ്റെ അഡ്രസ്സ് ഈ PERൻ്റെ അഡ്രസ്സ് എനിക്ക് PTR1 സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. കാരണം PER എന്ന് പറയുന്നത് ഫ്ലോട്ട് വേരിയബിളാണ്. അപ്പോൾ ഫ്ലോട്ടിംഗ് പോയിന്റ് ടൈപ്പ് ആയിട്ടുള്ള ഒരു വേരിയബിളിൻ്റെ അഡ്രസ്സ് എനിക്ക് ഈ PTR1 സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. because PTR1 points to the address of an integer variable. PTR1 points to the address of an integer variable. എനിക്ക് ഇത് സ്റ്റോർ ചെയ്യണമെങ്കിൽ നിർബന്ധമായും ഞാൻ ഫ്ലോട്ട് സ്റ്റാർ PTR2 എന്ന് പറഞ്ഞ് വേറൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്താൽ ഇത് പോയിന്റ് ചെയ്യുക എപ്പോഴും ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് വേരിയബിളിൻ്റെ അഡ്രസ്സിലേക്കാണ്. ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് വേരിയബിൾ അഥവാ ഫ്ലോട്ട് വേരിയബിളിൻ്റെ അഡ്രസ്സിലേക്ക് ഈ PTR2 പോയിന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ PTR2 ഒരിക്കലും നമ്മിലേക്ക് പോയിന്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നം ഇൻറ്റിജർ ടൈപ്പാണ്. ഫ്ലോട്ട് PTR2 ഫ്ലോട്ടിംഗ് പോയിന്റ് ടൈപ്പാണ്.
ഇതുപോലെ തന്നെ നമുക്ക് സ്ട്രക്ചർ ഇതിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്ത് പഠിച്ചു. സ്ട്രക്ട് ഡേറ്റ് ഡി ടി എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഒരു വേരിയബിൾ, സ്ട്രക്ചർ വേരിയബിൾ നമ്മൾ ഉണ്ടാക്കി എന്ന് കരുതാം. ഇവിടെ നമുക്കൊരു സ്ട്രക്ചർ പോയിന്റർ ഉണ്ടാക്കാം. സ്ട്രക്ട് ഡേറ്റ് സ്റ്റാർ PTR3 എന്ന് ഞാൻ കൊടുക്കുകയാണെങ്കിൽ ഈ PTR3ക്ക് പോയിന്റ് ചെയ്യാൻ പറ്റുക ഒരു ഡേറ്റ് ടൈപ്പ് സ്ട്രക്ചറിൻ്റെ വേരിയബിളിലേക്ക് മാത്രമേ പറ്റൂ. ഡേറ്റ് ടൈപ്പ് സ്ട്രക്ചർ, ഡേറ്റിൻ്റെ സ്ട്രക്ചറിൻ്റെ വേരിയബിൾ DT, അതുപോലെ ഏതെങ്കിലും ഒരു ഡേറ്റിൻ്റെ വേരിയബിളിലേക്ക് മാത്രമേ നമുക്ക് PTR3നെ പോയിന്റ് ചെയ്യാൻ പറ്റുള്ളൂ. PTR3നെ നമുക്ക് ഇങ്ങോട്ട് പെർസെൻറ്റേജിലേക്കോ ഈ നമ്മിലേക്കോ ഒന്നും പോയിന്റ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ അഡ്രസ്സ് അവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഓക്കെ, ഇൻറ്റ് സ്റ്റാർ PTR1 എന്ന് പറഞ്ഞാൽ PTR1ൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് നമ്മിൻ്റെ അഡ്രസ്സ് മാത്രമാണ്, അഥവാ ഇൻറ്റിജറിൻ്റെ അഡ്രസ്സ് മാത്രമാണ് സ്റ്റോർ ചെയ്യാൻ പറ്റുക. ഫ്ലോട്ട് സ്റ്റാർ PTR2 എന്ന് പറഞ്ഞാൽ PTR2വിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുക ഏതെങ്കിലും ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് വേരിയബിളിൻ്റെ അഡ്രസ്സ് മാത്രമാണ്. സ്ട്രക്ട് ഡേറ്റ് സ്റ്റാർ PTR3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PTR3യിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുക ഏതെങ്കിലും ഒരു ഡേറ്റ് എന്ന് പറഞ്ഞ സ്ട്രക്ചറിൻ്റെ ഒരു വേരിയബിളിൻ്റെ അഡ്രസ്സ് മാത്രമാണ്. അപ്പോൾ എന്ത് തന്നെയായാലും വിചാരിക്കുക, PTR1 ആയാലും PTR2 ആയാലും PTR3 ആയാലും ഇതിനകത്തൊക്കെ എപ്പോഴും സ്റ്റോർ ചെയ്യുന്നത് എന്താണ്? അഡ്രസ്സാണ്. ഓക്കെ, അഡ്രസ്സ് നമുക്കറിയാം. ഇങ്ങനെയാണ് അഡ്രസ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ ഹെക്സാഡെസിമൽ ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് സ്റ്റോർ ചെയ്യുന്നത് അഡ്രസ്സാണെന്ന് തീർച്ചയാണ്. ഇതിൽ ഒരു ഇൻറ്റിജർ വേരിയബിളിൻ്റെ അഡ്രസ്സേ പറ്റൂ, ഇതിലൊരു ഫ്ലോട്ടിംഗ് വേരിയബിളിൻ്റെ അഡ്രസ്സേ പറ്റൂ, ഇതിലൊരു സ്ട്രക്ചർ വേരിയബിളിൻ്റെ അഡ്രസ്സേ പറ്റൂ എന്ന് മാത്രം. അങ്ങനെയാണെങ്കിൽ ഒരു പോയിന്ററിൻ്റെ ഡാറ്റ ടൈപ്പ് എന്തായിരിക്കും? പോയിന്ററിൽ സ്റ്റോർ ചെയ്യുന്ന അഡ്രസ്സാണ്. ഓക്കെ, പോയിന്ററിൽ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ ടൈപ്പാണ്. അപ്പോൾ പോയിന്ററിൻ്റെ അഡ്രസ്സ് എന്തായിരിക്കും? 1001, 1002, 1003, 1004, അഥവാ വലിയ നമ്പേഴ്സ്, അത് ഹെക്സാഡെസിമൽ ഫോമിലൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നു. സ്റ്റോർ ചെയ്യുന്നത് ഇൻറ്റിജേഴ്സാണ് അല്ലേ? ഡെസിമൽ നമ്പേഴ്സ് വരില്ലല്ലോ, ഇല്ല. അഡ്രസ്സ് ഒരിക്കലും ഡെസിമൽ നമ്പർ ആവില്ല. അപ്പോൾ ഇൻറ്റിജേഴ്സാണ് സ്റ്റോർ ചെയ്യുന്നത്. നെഗറ്റീവ് അഡ്രസ്സ് ഉണ്ടാവുമോ? ഇല്ല. അപ്പം പോസിറ്റീവ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് ഇൻറ്റിജേഴ്സാണ് നമ്മൾ എപ്പോഴും ഇതിനകത്ത് സ്റ്റോർ ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ അതിനെ അൺസൈൻഡ് ഇൻറ്റ് എന്ന് പറയാം. അൺസൈൻഡ് ഇൻറ്റിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അൺസൈൻഡ് ഇൻറ്റ് എന്ന് വെച്ചാൽ സൈൻ ഇല്ലാത്ത ഇൻറ്റിജേഴ്സ്, സൈൻ ഇല്ല ഇൻറ്റിജേഴ്സ് ആണ്. ഓക്കെ, അങ്ങനെയുള്ള വാല്യൂസ്. അങ്ങനെയാണ് അതിന് എത്രയാ സൈസ്? അതൊരു പ്രശ്നമാണ്. അൺസൈൻഡ് ഇൻറ്റിൻ്റെ സൈസ് എത്രയാണ് എന്നുള്ളത്. അത് 2 ആവാം, 2 ബൈറ്റ്സ് ആവാം, 4 ബൈറ്റ്സ് ആവാം, 8 ബൈറ്റ്സും ആവാം. അത് ഡിപ്പെൻഡ് ചെയ്യുക നമ്മുടെ ഹാർഡ്വെയറിനെ ആശ്രയിച്ചാണ്. അത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ അഥവാ റാം, അല്ലെങ്കിൽ അതിൻ്റെ അകത്തെ പ്രോസസ്സറിൻ്റെ വേർഡ് ലെങ്ത്. അതായത് ഇപ്പോൾ നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാം 32 ബിറ്റാണ്, ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാം 64 ബിറ്റ് കമ്പ്യൂട്ടേഴ്സാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ പോയിന്റേഴ്സിൻ്റെ സൈസ് നിൽക്കുക. അത് 2 ബൈറ്റ്സ് ആവാം, 4 ബൈറ്റ്സ് ആവാം, 8 ബൈറ്റ്സും ആവാം. നമ്മുടെ കമ്പ്യൂട്ടറിനെ ആശ്രയിച്ചിരിക്കും. ഞാനിങ്ങനെ ഡിക്ലെയർ ചെയ്താൽ എന്താ സംഭവിക്കുക എന്ന് നോക്കണമല്ലോ. ഇപ്പം ഞാനിവിടെ ഇൻറ്റ് സ്റ്റാർ PTR എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം PTR എന്ന പേരിൽ PTR1 എന്ന പേരിൽ ഞാൻ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും റാമിൽ എവിടെയോ ഒരു സ്ഥലത്താണ് അത് സ്റ്റോർ ചെയ്യുന്നത്. റാമിൽ എവിടെയോ ഒരു സ്ഥലത്താണ് സ്റ്റോർ ചെയ്യുന്നത്. വിചാരിക്കുക 2001 എന്ന് പറഞ്ഞ സ്ഥലത്താണ് അത് സ്റ്റോർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, 2001 മുതലുള്ള ഒരു 4 ബൈറ്റാണ് അതിന് വേണ്ടി. നമ്മുടെ കമ്പ്യൂട്ടറിൽ 4 ബൈറ്റാണ് ഉപയോഗിക്കുന്നത് എന്നങ്ങ് വിചാരിക്കുക. അപ്പോൾ 4 ബൈറ്റ് സ്റ്റോർ ചെയ്യും. 4 ബൈറ്റ് അതിന് വേണ്ടി എടുത്തു. ഇൻറ്റിജർ ടൈപ്പാണ്, അതുകൊണ്ട് തന്നെ സ്റ്റോർ ചെയ്യാൻ പറ്റുക ഒരു ഇൻറ്റിജർ വേരിയബിളിൻ്റെ അഡ്രസ്സാണ്. നമ്മിൻ്റെ അഡ്രസ്സ് ഇവിടെ PTR1 ഒന്ന് സ്റ്റോർ ചെയ്യാൻ നോക്കാം. എങ്ങനെയാണ് നമ്മിൻ്റെ അഡ്രസ്സ് ഇവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റും? നമ്മിൻ്റെ അഡ്രസ്സ് കിട്ടണം. ഞാൻ ഈ 2 കാര്യങ്ങളും ഒന്ന് ഇങ്ങോട്ടേക്ക് എടുത്തെഴുതാണ്. ഇൻറ്റ് നം ഈക്വൽസ് 30, ഇൻറ്റ് സ്റ്റാർ PTR1. എനിക്ക് ഇനി വേണ്ടത് ഈ നമ്മിൻ്റെ അഡ്രസ്സ് PTR1 സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് 2 വേരിയബിൾസ് ഉണ്ട്. നം ഇവിടെ ഉണ്ട്, PTR1 ഇവിടെ ഉണ്ട്. ഓക്കെ, നമ്മിനകത്ത് 30 സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, PTR1 എന്ന് പറഞ്ഞ സാധനവും ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. റൈറ്റ്, ഇനി എന്ത് ചെയ്യും? എനിക്ക് ഈ നമ്മിൻ്റെ അഡ്രസ്സ് കിട്ടണം.
നമ്മിൻ്റെ അഡ്രസ്സ് കിട്ടണമെങ്കിൽ നമ്മൾ ആൻഡ് എന്ന് പറഞ്ഞൊരു ഓപ്പറേറ്ററാണ് അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അഡ്രസ്സ് കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററിൻ്റെ പേര് ഓപ്പറേറ്റർ ആൻഡ് എന്ന് പറഞ്ഞ ഓപ്പറേറ്ററാണ്. അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ എന്നാണ് പറയുക. ആൻഡ് എന്ന് പറഞ്ഞ ഓപ്പറേറ്ററിനെ നമ്മൾ അങ്ങനെയാണ് വിളിക്കുക, അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ. അപ്പോൾ ആൻഡ് നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ അഡ്രസ്സ് കിട്ടി. ഓക്കെ, നമുക്കതിൻ്റെ അഡ്രസ്സ് കിട്ടി. PTR1 ഈക്വൽസ് ആൻഡ് നം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആൻഡ് നം എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് 1001 കിട്ടും, അഥവാ എൽ വാല്യൂ കിട്ടും. ഈ 1001 ഞാൻ എങ്ങോട്ട് കൊടുത്തു? PTR1ലേക്ക് കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും PTR1നകത്ത് 1001. അപ്പോൾ ഇൻറ്റ് നം = 30 എന്ന് പറഞ്ഞൊരു സാധനം ഡിക്ലെയർ ചെയ്തപ്പോൾ ഈ രീതിയിൽ വന്നു. ഓക്കെ, ഞാനിവിടെ നം എഴുതുന്ന ഒരു കൺഫ്യൂഷൻ വേണ്ട. അപ്പോൾ നമ്മിനകത്ത് 30, അത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ലൊക്കേഷൻ 1001. ഇൻറ്റ് സ്റ്റാർ PTR1 എന്ന് പറഞ്ഞപ്പം റാമിൽ എവിടെയോ 2001 എന്ന് പറഞ്ഞ സ്ഥലത്ത് 4 ബൈറ്റ് PTR1 വേണ്ടി മാറ്റി വെച്ചു. ശരി, ഓക്കെ. ഇനി PTR1 ആൻഡ് നം എന്ന് കൊടുത്തപ്പോൾ, ആൻഡ് നം എന്ന് പറയുന്ന അഡ്രസ് ഓഫ് ഓപ്പറേറ്ററാണ്. ആൻഡ് നം എന്ന് കൊടുത്തപ്പം നമ്പറിൻ്റെ നം എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ അഡ്രസ്സ് കിട്ടി. ദാറ്റ് ഈസ് 1001. അത് ഞാൻ എങ്ങോട്ട് സ്റ്റോർ ചെയ്തു? PTR1 സ്റ്റോർ ചെയ്തു. PTR1 സ്റ്റോർ ചെയ്യാം, കാരണം PTR1 എന്തേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ? ഒരു ഇൻറ്റിജർ ടൈപ്പ് വേരിയബിളിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാം. ഇൻറ്റിജർ ടൈപ്പ് വേരിയബിൾ ആണ് നം, അതിൻ്റെ അഡ്രസ്സ് എനിക്ക് അവിടെ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഈ PTR1 ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ വാല്യൂ അതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് എത്രയാണ്? 1001. 1001 സ്റ്റോർ ചെയ്തിരിക്കുന്നതിൻ്റെ വാല്യൂ കിട്ടണം. അതെങ്ങനെയാണ് കിട്ടുക? അതിനെന്താ മാർഗം എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കുന്നത്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് വേറൊരു ഓപ്പറേറ്ററാണ്. അതിൻ്റെ പേര് ഇൻഡയറക്ഷൻ ഓപ്പറേറ്റർ എന്നാണ് അതിന് പറയാം. ഓക്കെ, ഇൻഡയറക്ഷൻ ഓപ്പറേറ്റർ എന്നാണ് പറയാം. അത് നമുക്കിങ്ങനെയാണ് കിട്ടുക. ഇപ്പോൾ നമുക്കത് ഡിസ്പ്ലേ ചെയ്യണം എന്നാണെങ്കിൽ Cout സ്റ്റാർ PTR1. പോയിന്റർ ഡിക്ലെയർ ചെയ്തപ്പോഴൊരു സ്റ്റാർ ഉപയോഗിച്ചായിരുന്നു അല്ലേ? പോയിന്റർ ഡിക്ലെയർ ചെയ്തപ്പോഴും നമ്മൾ സ്റ്റാർ ഉപയോഗിച്ചായിരുന്നു. ഓക്കെ, ആ സ്റ്റാർ അല്ല ഇത്, അത് പോയിന്റർ ഡിക്ലെയർ ചെയ്യുന്നിടത്ത് യൂസ് ചെയ്യുന്നതാണ്. ഇവിടെ ഇതിന് നമ്മൾ പറയുന്ന പേര് ഇൻഡയറക്ഷൻ ഓപ്പറേറ്റർ അഥവാ ഡീറഫറൻസ് ഓപ്പറേറ്റർ അഥവാ വാല്യൂ അറ്റ് ഓപ്പറേറ്റർ എന്നാണ്. ഇത് സ്റ്റാർ എന്ന് പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റാർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ Cout സ്റ്റാർ PTR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്ന കാര്യം ഇതാണ്. PTR1 അഡ്രസ്സ് എടുക്കും. PTR1 എന്താണ് അഡ്രസ്സ്? 1001. 1001 എന്താണ് വാല്യൂ എന്ന് നോക്കും. 1001 എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ എന്താണ് വാല്യൂ എന്ന് നോക്കും. 30 ആണ്. അത് ഡിസ്പ്ലേ. ഇസ് ദാറ്റ് ഓക്കെ? അപ്പോൾ സ്റ്റാർ PTR1 എന്ന് പറയുമ്പോൾ ചെയ്യുന്നത് ഇതാണ്. അതൊരു ഡീറഫറൻസ് അല്ലെങ്കിൽ ഇൻഡയറക്ഷൻ അഥവാ വാല്യൂ അറ്റ് ഓപ്പറേറ്റർ ആണ്. ഈ വാല്യൂ അറ്റ് ഓപ്പറേറ്റർ ആണ് സ്റ്റാർ വെച്ച് സ്റ്റാർ PTR1 എന്ന് പറയുമ്പോൾ PTR1 എന്ന് പറഞ്ഞ പോയിന്റർ വേരിയബിളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന അഡ്രസ്സ് 1001. ആ അഡ്രസ്സിൽ എന്ത് വാല്യൂ ആണോ ഉള്ളത് ആ വാല്യൂ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ 1001 എന്ത് വാല്യൂ ആണുള്ളത് ആ വാല്യൂ നമുക്ക് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് തരും. ഇതിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തൊക്കെയായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടു, Cout സ്റ്റാർ PTR1 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണ്? 30 അല്ലേ? നമ്മളിപ്പോൾ പറഞ്ഞ 30. ഇനി ഞാൻ വേറൊന്ന് കൊടുക്കുകയാണ്, Cout നം. നമുക്കറിയാവുന്ന എന്തായിരിക്കും? നമ്മിൻ്റെ വാല്യൂ 30 ആണ്, അതുകൊണ്ട് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുക 30. Cout ആൻഡ് നം എന്തായിരിക്കും? നമ്മിൻ്റെ അഡ്രസ്സ് എന്താ? 1001. ഇപ്പോൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുക 1001 എന്നായിരിക്കും ഔട്ട്പുട്ട് ഉണ്ടാവുക. ഇനി അടുത്തത് ഞാൻ വെറുതെ കൊടുക്കുകയാണ്, Cout ആൻഡ് PTR. ആയിക്കൂടെ? PTR-ന് ഒരു അഡ്രസ്സ് ഇല്ലേ? ഉണ്ട് അല്ലേ? PTR-ന് ഒരു അഡ്രസ്സ് ഉണ്ട്. ഓക്കെ, PTR-ന്റെ അഡ്രസ്സ് എന്താണ്? 2001. അപ്പോൾ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുക 2001.
ഓക്കെ, കാരണം PTR റാമിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് 2001 എന്ന് പറഞ്ഞ അഡ്രസ്സിലാണ്, ലൊക്കേഷനിലാണ്, മെമ്മറി ലൊക്കേഷനിൽ. അപ്പോൾ 2001 എന്ന് പറഞ്ഞ സ്ഥലത്ത് അത് സ്റ്റോർ ചെയ്യും. ഇനി ഇതിൽ വിട്ടുപോയ ഒരു കാര്യം Cout PTR ആണ്, അത് നമ്മൾ പറഞ്ഞില്ല. ഓക്കെ, എല്ലാം പറഞ്ഞു, സ്റ്റാർ PTR1 പറഞ്ഞു, ആൻഡ് PTR1 പറഞ്ഞു, പക്ഷെ PTR1 എന്താണെന്ന് പറഞ്ഞില്ല. ഓക്കെ, PTR1 എന്താണെന്ന് പറഞ്ഞില്ല. അപ്പം Cout PTR1 എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാവുക? PTR1ന്റെ കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യും. PTR1ന്റെ കണ്ടന്റ് എന്താണ്? 1001, അത് ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മളൊരു വേരിയബിൾ നം =30 എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്തു, ഇൻറ്റ് നം =30 എന്ന് പറഞ്ഞു. അതിൽ ഒരു ഇൻറ്റിജർ പോയിന്റർ ഡിക്ലെയർ ചെയ്തു, ഇൻറ്റ് സ്റ്റാർ PTR1. അതിനുശേഷം ആ പോയിന്ററിലേക്ക് നമ്മിന്റെ അഡ്രസ്സ് പോയിന്റ് ചെയ്തു. അപ്പം PTR1 ആൻഡ് നം. ഓക്കെ, ഫൈൻ, കുഴപ്പമില്ല. അപ്പോൾ ഇത് തമ്മിൽ കണക്റ്റഡ് ആയി. ഈ പോയിന്റ് നമ്മിന്റെ അഡ്രസ്സ് PTR1 സ്റ്റോർ ചെയ്തു. അപ്പം ഇനി Cout സ്റ്റാർ PTR1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റാർ PTR1 എന്ന് പറയുമ്പം PTR1ലെ അഡ്രസ്സ് 1001. 1001ൽ എന്താണോ വാല്യൂ അത് ഡിസ്പ്ലേ ചെയ്യും. അതാണ് സ്റ്റാർ കൊണ്ട്, ഇൻഡയറക്ഷൻ ഓപ്പറേറ്റർ കൊണ്ട് ഉദ്ദേശിച്ചത്. നെക്സ്റ്റ് Cout നം, ഞാൻ സാധാരണ പോലെ നമ്മുടെ നമ്മിലെ വാല്യൂ 30 ആണ്, അത് ഡിസ്പ്ലേ ചെയ്തു. Cout ആൻഡ് നം, നമ്മിന്റെ അഡ്രസ്സ് അതും ഡിസ്പ്ലേ ചെയ്തു. നമ്മിന്റെ അഡ്രസ് 1001, അത് ഡിസ്പ്ലേ ചെയ്തു. Cout ആൻഡ് PTR1, PTR1ന്റെ അഡ്രസ്സ് അത് 2001 ആണ്, അത് ഡിസ്പ്ലേ ചെയ്യും. റാമിൽ 2001 എന്ന് പറഞ്ഞ സ്ഥലത്താണ് PTR1 സ്റ്റോർ ചെയ്തിരിക്കുന്നത്, അവിടെ ഡിസ്പ്ലേ ചെയ്യും. Cout PTR1 ഡിസ്പ്ലേ ചെയ്യും. PTR1ന്റെ അകത്ത് എന്താണ്? നമ്മിന്റെ അഡ്രസ്സാണ്, നമ്മിന്റെ അഡ്രസ്സ് 1001 ആണ്, അവിടെ ഉണ്ട്, അത് ഡിസ്പ്ലേ. അപ്പോൾ ഇത് നമുക്ക് ഈ രീതിയിൽ കാണാൻ സാധിക്കും. പക്ഷേ ഞാൻ ആദ്യം തുടക്കത്തിലേ പറഞ്ഞു, നമ്മൾ 1000 എന്നൊക്കെ നമ്മളെ പഠിക്കാനും മനസ്സിലാക്കാനുള്ള സൗകര്യത്തിനാണ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി നമ്മൾ കമ്പ്യൂട്ടറിൽ ഈ പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 1001 ഒന്നും അല്ല, ഒരു ഹെക്സാഡെസിമൽ വാല്യൂ ആയിരിക്കും. 0x എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 10 പ്ലേസസ് ഉള്ള ഒരു ഹെക്സാഡെസിമൽ വാല്യൂ ആയിരിക്കും. അപ്പോൾ അതൊന്ന് കണ്ട് തന്നെ ആവണം, കാരണം ഇതൊരു പുതിയ കൺസെപ്റ്റ് ആണല്ലോ. C++ലെ ഒരു പുതിയ കൺസെപ്റ്റാണ് പോയിന്റേഴ്സ്. നമ്മൾ ഇതുവരെ കാണാത്ത ഒരു കൺസെപ്റ്റ് ആയതുകൊണ്ട് നമുക്കിതൊന്ന് കണ്ട് തന്നെ അറിയാം എന്തായിരിക്കും ഓരോന്നിൻ്റെ ഔട്ട്പുട്ട്. നമ്മൾ ഈ ചെയ്തപ്പോൾ ഇത് 30 ഒക്കെ ഓക്കെ, പക്ഷേ അഡ്രസ്സുകൾ എങ്ങനെ വരും എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ പ്രോഗ്രാം ഒന്ന് ശ്രദ്ധിക്കാം. ഇൻറ്റ് നം =30, ഞാൻ നേരത്തെ ഡിക്ലെയർ ചെയ്ത പോലെ ഇൻറ്റ് സ്റ്റാർ PTR1 ഒരു പോയിന്റർ ഡിക്ലെയർ ചെയ്തിരിക്കുക, ഇൻറ്റിജർ പോയിന്ററാണ്. അപ്പോൾ ഇതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഇൻറ്റിജർ വാല്യൂസ് സ്റ്റോർ ചെയ്തിരിക്കുന്ന അഡ്രസ്സുകൾ മാത്രമേ ഇൻറ്റ് സ്റ്റാർ PTR1 സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, PTR1 = ആൻഡ് നമ്മിൻ്റെ അഡ്രസ്സ് ഞാൻ PTR1 സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ നം ഒരു ഇൻറ്റിജർ വാല്യൂ ആണ് നമ്മിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മിൻ്റെ അഡ്രസ്സ് കിട്ടാൻ ആൻഡ് നം എന്ന് പറഞ്ഞ് യൂസ് ചെയ്യുന്നു. ആൻഡ് നം എന്ന് പറയുമ്പോൾ അഡ്രസ്സ് കിട്ടി, ആ അഡ്രസ്സ് ഞാൻ PTR1 സ്റ്റോർ ചെയ്യും. ഓക്കെ, ഫൈൻ. ഇനി Cout നം, ഞാൻ എല്ലാത്തിനും ന്യൂ ലൈൻ ക്യാരക്ടേഴ്സ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഇൻറ്റ് നം നം എന്ന് പറഞ്ഞാൽ എന്താ 30 എന്ന് ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, Cout ആൻഡ് നം. ഓക്കെ, ആൻഡ് നം /n ന്യൂ ലൈൻ ആണ്. ആൻഡ് നം എന്ന് പറയുമ്പം ഞാനിവിടെ സ്ക്രീനിൽ ആൻഡ് നം ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ആൻഡ് നം എന്ന് പറഞ്ഞാൽ അഡ്രസ്സ്, നം എവിടെയാണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അഡ്രസ്സ്. ഞാൻ നേരത്തെ 1001 എന്നൊക്കെയാണ് പറഞ്ഞത്, പക്ഷേ ഇവിടെ ഉണ്ടാവുക ഒരു ന്യൂമറിക്കൽ വാല്യൂ ആണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഉണ്ടാവുക ഒരു ഹെക്സാഡെസിമലിലുള്ള 0x എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു നമ്പർ ആയിരിക്കും ഉണ്ടാവുക. അത് നമുക്ക് നോക്കാം. ഇനി PTR1 എന്താ ഉള്ളത്? അഡ്രസ് ഓഫ് നം ആണ് PTR1 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് രണ്ടിലും ഒരേ വാല്യൂ ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യാം. ഓക്കെ, ഇത് രണ്ടിലും ഒരേ വാല്യൂ ആണ് ഡിസ്പ്ലേ ചെയ്യുക. ഇനി സ്റ്റാർ PTR1 ആണ് = എന്ന് പറഞ്ഞാണ് ഞാൻ ഡിസ്പ്ലേ ചെയ്തത്. സ്റ്റാർ PTR1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പോയിന്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന അഡ്രസ്സ്, ആ അഡ്രസ്സിലെ വാല്യൂ. ഈ പോയിന്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ആരുടെ അഡ്രസ്സാണ്? നമ്മിൻ്റെ അഡ്രസ്സാണ്. ഈ പോയിന്റർ PTR1 സ്റ്റോർ ചെയ്തിരിക്കുന്നത് നമ്മിൻ്റെ അഡ്രസ്സാണ്. നമ്മിൻ്റെ വാല്യൂ, ഓക്കെ, നമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 30. അപ്പോൾ സ്റ്റാർ PTR1 എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ചെയ്യുന്നത് 30 എന്നായിരിക്കും. ഇനി അടുത്തതിൽ അഡ്രസ് ഓഫ് PTR1.
ഇൻഡ് സ്റ്റാർ PTR1 എന്ന് പറഞ്ഞ് ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അത് ഏതെങ്കിലും വേറൊരു ലൊക്കേഷനിലായിരിക്കും. ആ ലൊക്കേഷനിലെ വാല്യൂ ആണ് ഞാൻ ചോദിച്ചത്. ആ ലൊക്കേഷൻ്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അത് 3001 4001 2001 എന്തെങ്കിലും ഒന്നായിരിക്കും. അതൊരു ഹെക്സാഡെസിമൽ നമ്പർ ആയിരിക്കും. ആ ഹെക്സാഡെസിമൽ നമ്പറാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആൻഡ് PTR1. ഓക്കെ, ഇതെല്ലാം ന്യൂ ലൈൻ ക്യാരക്ടർ വെച്ച് കൊടുത്തിരിക്കുകയാണ്. സോ ദാറ്റ് ഇറ്റ് ഇസ് ഡിസ്പ്ലേഡ് ഇൻ ദ നെക്സ്റ്റ് ലൈൻ. അപ്പോൾ നമുക്കതൊന്ന് റൺ ചെയ്ത് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ ഔട്ട്പുട്ട് എന്ന്. ഓക്കെ, നോക്കൂ, നം 30 ആൻഡ് നം 0x എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെക്സാഡെസിമൽ വാല്യൂ ആണ്. നമ്മിൻ്റെ അഡ്രസ്സും ഇവിടെ നോക്കൂ, നമ്മിൻ്റെ അഡ്രസ്സ് ഇങ്ങനെ ഒരു ഹെക്സാഡെസിമൽ വാല്യൂ ആണ്. 7FF എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു ഹെക്സാഡെസിമൽ നമ്പർ. 6C എന്നാണ് എൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെയും എന്താണ് PTR1 ഈക്വൽ 0xFF. അത് PTR രണ്ടും സെയിം ആയിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്തിട്ടുണ്ട്. PTR1 ഈസിക്കൽ ടു ആൻഡ് നം എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും സെയിം ആയി. ആൻഡ് നം നമ്മൾ PTR1ലേക്ക് കൊടുത്തു. പിന്നെ നമ്മൾ സ്റ്റാർ PTR1 എന്നാണ് പറഞ്ഞത്. സ്റ്റാർ PTR1 എന്ന് പറയുമ്പം PTR1ലെ സ്റ്റോർ ചെയ്തിരിക്കുന്ന അഡ്രസ്സ്, PTR1ൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഈ അഡ്രസ്സാണ്. അത് തന്നെയാണ് നമ്മിൻ്റെ അഡ്രസ്സ്. അപ്പം അതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ, അതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന 30 ആണ്. സ്വാഭാവികമായിട്ടും 30 ഡിസ്പ്ലേ ചെയ്തു. ഇനി PTR1 എവിടെയാണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ആ അഡ്രസ്സാണ്. അത് വേറെ ഏതോ അഡ്രസ്സാണ്. അത് വേറെ ഏതോ അഡ്രസ്സാണ്. അപ്പം CDE 70 എന്ന് പറഞ്ഞ അഡ്രസ്സാണ്. ആ ലൊക്കേഷനിലാണ് PTR1 സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പം അത് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. അപ്പോൾ നമ്മൾ പ്രോഗ്രാം കണ്ടു, അതിൽ അഡ്രസ്സ് എങ്ങനെയാണ് വരുന്നതെന്ന് കണ്ടു. നിർബന്ധമായും ടെക്സ്റ്റ് ബുക്കിൽ ഈ പോർഷൻസ് വായിക്കണം. അത് വായിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം.